വാട്സപ്പ് യൂട്യൂബ് ഇറ്റ്സ് മീ ഡാം ബോയ് ഗൈസ്. ചില ആരോഗ്യ പ്രശ്നങ്ങളും പേഴ്സണൽ ആവശ്യങ്ങൾക്കായിട്ടുള്ള യാത്രകളുടെ തിരക്കുകളും കാരണം 2 ആഴ്ചയായിട്ട് വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ല. ആ 2 ആഴ്ച കൊണ്ട് ഇവിടെ കേരളത്തിൽ ഒട്ടനവധി ക്രൂരമായിട്ടുള്ളതും ഭയാനകമായിട്ടുള്ളതുമായ ഒരുപാട് ഇൻസിഡൻസ് നടന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും ഭയപ്പെടുത്തുന്നതും ക്രൂരമായിട്ടുള്ള ഇൻസിഡൻറ്റ് ഏതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വെഞ്ഞാറമൂട്ടിൽ നടന്ന 6 പേരുടെ കൊലപാതകം. 6 പേരുടെ കൊലപാതകമല്ല, 5 പേരുടെ കൊലപാതകവും ഒരാളുടെ കൊലപാതക ശ്രമവും. വ്യക്തി അഫ്വാൻ എന്ന് പറയുന്നവൻ അവൻ്റെ ബന്ധുക്കളെയും കാമുകിയെയും, എക്സാക്റ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ, അനിയൻ, അവൻ്റെ വല്യമ്മ, അച്ഛൻ്റെ അമ്മ, അച്ഛൻ്റെ സഹോദരൻ, അച്ഛൻ്റെ സഹോദരൻ്റെ ഭാര്യ, പിന്നെ കാമുകി, ഇത്രയും പേരെ അതിക്രൂരമായിട്ട്, അമ്മ ജീവനോടെ ഉണ്ട്, ബാക്കി എല്ലാവരും മരണപ്പെട്ടു, അതിക്രൂരമായിട്ട് ചുറ്റിയ കൊണ്ട് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയ ന്യൂസാണ്. അത് ഭയങ്കര ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള ന്യൂസ്. ഞാൻ അതിൻ്റെ വിഷ്വൽസ് കാര്യങ്ങളൊക്കെ കണ്ടു. പോലീസുകാർ അവിടെ ഡെഡ് ബോഡി മാറ്റാൻ പോയ സമയത്ത് ആളുകൾ എടുത്ത കുറേ വിഷ്വൽസ് കണ്ടു. എൻ്റെ മോനെ കണ്ടിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്, ഭയങ്കര ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള സാധനം. അവരുടെ എല്ലാവരും ചുറ്റിയോട് തലയ്ക്ക് അരച്ച് വെച്ചേക്കുകയാണ്. അതിൽ ഏറ്റവും സീൻ മറ്റേ അവൻ്റെ കാമുകി അടിച്ച് വെച്ചിരിക്കുന്നത്. അത് ഇവിടെ ഒന്നും ഇല്ല, ഫുള്ള് അടിച്ച് ചളിഞ്ഞകത്ത് കയറി ഒന്നും മനസ്സിലാകത്തില്ല. അമ്മാതിരി അടിച്ച് വെച്ചിരിക്കുന്നത്. എല്ലാവരും റൂമുകളിലും അവിടെ വീടിനകത്ത് മൊത്തം കംപ്ലീറ്റ് ചോര ഒലിച്ച് കംപ്ലീറ്റ് സീനാണ്. അതിലവൻ്റെ അമ്മ ഇപ്പം ജീവനോടെ ഉണ്ട്. വിഷ്വൽസിൽ കാണാൻ പറ്റും. അവർ കയറി ചെല്ലുന്നുണ്ടെ അമ്മ ഇങ്ങനെ കണ്ണ് ബ്ലിങ്ക് ചെയ്ത് കാണിക്കും. അപ്പോഴാണ് അവർ മനസ്സിലാക്കുന്നത് അമ്മയ്ക്ക് ജീവനുണ്ട്. സോ അവർ ഇമ്മീഡിയറ്റ്ലി ഹോസ്പിറ്റലൈസ് ആയിട്ടുണ്ട്. ഇപ്പോൾ റിക്കവറായി വരുന്നുണ്ട്. ഇപ്പോൾ സംഭവം നടന്നിട്ട് 5 ദിവസം, ഒരാഴ്ച ആയിട്ടുണ്ട്. ഇപ്പോഴും അതിൻ്റെ കാര്യങ്ങളും കാരണങ്ങളും ഡീറ്റെയിൽസൊക്കെ എടുത്തുകൊണ്ട് വരുന്നേ ഉള്ളൂ. ഇത് മെയിൻലി പറയുന്നത് പിന്നെ കടബാധ്യത കാരണം ഇവരെല്ലാം കൊന്നു എന്നാണ് പറയുന്നത്. ഇവൻ ഫസ്റ്റ് മൊഴി കൊടുത്തത് അങ്ങനെയാണ്. കടബാധ്യത കാരണം എന്തിനാടാ ഇവൻ സ്നേഹിക്കുന്ന ആളുകളെല്ലാം കൊല്ലുന്നത്? സ്വന്തമായിട്ട് ഇവൻ ഇത്രയും കടബാധ്യത ഉണ്ടെങ്കിൽ ഇവന് മാത്രമായിട്ട് 25 ലക്ഷത്തിൻ്റെ എന്തോ കടമുണ്ടെന്ന് പറയപ്പെടുന്നു. പിന്നെ വീട്ടിൽ മൊത്തത്തിലെല്ലാം കൂടെ കൂട്ടി 10-65 ലക്ഷം രൂപയുടെ കടം മൊത്തത്തിലുണ്ടെന്നാണ് ന്യൂസുകാരും പോലീസുകാരെല്ലാം കൂടെ എസ്റ്റിമേറ്റ് എടുത്ത് വെച്ചേക്കുന്നത്. ഇത്ര കടമുണ്ടെങ്കിൽ ഇവന് സ്വയം അങ്ങ് മരിച്ചാൽ പോരെ, എന്തിനാണ് ഇവരെല്ലാം കൂടെ കൊല്ലുന്നത്? ഇവരെല്ലാം കൊന്നു കഴിഞ്ഞിട്ട് ഇവൻ മദ്യത്തിൽ എലിവേഷൻ കലകി കുടിച്ചു. പക്ഷേ ഇവനൊന്നും പറ്റിയിട്ടില്ല. ഇവൻ മെഡിക്കൽ കോളേജിലാണ്, ഇവൻ രക്ഷപ്പെട്ടിട്ടുണ്ട്. എല്ലാവരും ഇവന് ഭയങ്കര പ്രിയപ്പെട്ട ആളുകളാണെന്നാണ് പറയുന്നത്. എസ്പെഷ്യലി ഇവൻ്റെ അനിയനും ആ കുട്ടിയും, പ്രേമിച്ചിരുന്ന ആ കുട്ടിയും അനിയനുമായിട്ട് ഭയങ്കര സ്നേഹത്തിലായിരുന്നു എന്നാണ് നാട്ടുകാരും എല്ലാവരും ന്യൂസുകാരോട് പറയുന്നത്. അത്രയും സ്നേഹത്തിലായിരുന്ന അവനെ കുഴിമന്തി മേടിച്ചു കൊടുത്ത്, ഫുഡൊക്കെ മേടിച്ചു കൊടുത്തിട്ട് ഭയങ്കര അധികം സന്തോഷിപ്പിച്ചിട്ടാണ് ഇവൻ അരിങ്കൊല നടത്തിയത്. അനിയൻ്റെ ഒരു കണ്ണൊന്നും ഇല്ല, എല്ലാം അടിച്ചകത്ത് കയറ്റി വെച്ചേക്കുകയാണ്. ആ വിഷ്വൽസ് ഒന്നും ഇവിടെ കാണിക്കാൻ പറ്റൂല. ഭയങ്കര ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള വിഷ്വൽസാണ് അതെല്ലാം. ഇവൻ ആദ്യം ചെയ്ത് ഇവൻ്റെ അമ്മയെ കൊല്ലാനാണ് ശ്രമിച്ചത്. അമ്മയുടെ തലയ്ക്കടിച്ചും പിന്നെ ഷോൾ ഇട്ട് കഴുത്തിന് മുറുക്കിയും അമ്മ മരിച്ചു എന്ന് വിചാരിച്ചിട്ടാണ് റൂമിലിട്ടിട്ട് പോയത്. എന്നിട്ട് പോയി ഇവൻ്റെ വല്യമ്മ പറയപ്പെടുന്ന ഇവൻ കടബാധ്യത കാരണവും നാളുകളുടെ കുറ്റപ്പെടുത്തലും കാര്യങ്ങളൊക്കെ കൊണ്ടാണ് ഇത് ചെയ്തതെന്നാണ് പറയുന്നത്. ആദ്യം ഇവൻ്റെ അമ്മയെ കൊല്ലാൻ ശ്രമിച്ചു. അമ്മ പക്ഷെ മരിച്ചില്ല. പിന്നെ നേരെ പോയി ഇവൻ്റെ വല്യമ്മയുടെ വീട്ടിൽ പോയി. വല്യമ്മ പണം ചോദിച്ചിട്ട് കൊടുത്തില്ലെന്നോ, ഇവന് അത്യാവശ്യ ഘട്ടങ്ങളിൽ പണം ചോദിച്ചിട്ട് കൊടുത്തിട്ടില്ല. പക്ഷെ മറ്റ് ആർക്കോ സ്വർണം കൊടുത്തു എന്നൊക്കെയുള്ള കാരണം കൊണ്ടാണ് വല്യമ്മയെ കൊന്നതെന്ന് പറയപ്പെടുന്നു. വല്യമ്മയെ കൊന്നു. അതിനുശേഷം ഇവൻ്റെ അച്ഛൻ്റെ സഹോദരൻ്റെ വീട്ടിൽ പോയി അവിടെ സഹോദരനെയും സഹോദരൻ്റെ ഭാര്യയും കൊന്നു. പിന്നെ ഇവൻ്റെ അനിയനെ സ്കൂളിൽ നിന്ന് വന്ന വഴിക്ക് വിളിച്ചുകൊണ്ട് പോയി കുഴിമന്തിയൊക്കെ വാങ്ങിക്കൊടുത്ത് വളരെയധികം സന്തോഷിപ്പിച്ച് വീട്ടിൽ കൊണ്ടുവന്നിട്ട് അനിയനെ അവിടെ ഇട്ട് കൊന്നു. അതും കഴിഞ്ഞിട്ടാണ് വീട്ടിലാരും ഇല്ല എന്ന് പറഞ്ഞ് ഇവൻ്റെ കാമുകിയെ വിളിച്ചു വരുത്തി കാമുകി വീട്ടിൽ പറഞ്ഞത് ട്യൂഷൻ എടുക്കാൻ പോവുകയാണെന്ന് വീട്ടിൽ കള്ളം പറഞ്ഞിട്ട് ഇറങ്ങി വന്നതാണ്. ഇവൻ്റെ വീട്ടിൽ വന്നു. വീട്ടിൽ റൂമിൽ ഇരിക്കുന്ന നിലയിലാണ് കാമുകിയുടെ മൃതദേഹം. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇവൻ സ്വർണം ആരുടെയോ പണയം വെച്ച് കുറച്ച് സ്വർണം ആരുടെയോ പണയം വെച്ചിട്ട് കുറച്ച് പൈസ എടുത്ത് 40,000-40,000 രൂപ ആളുകൾക്കൊക്കെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആരുടെയൊക്കെ കടം തീർത്തിട്ടുണ്ട്. പിന്നെ ഇവൻ്റെ വീട്ടിൽ ആവശ്യത്തിൽ കണ്ടായിരുന്നു കുറേ പൈസ, 500-ന്റെ നോട്ടുകൾ ഇങ്ങനെ വാരി വിതറിയിട്ടേക്കുന്ന കുറേ പൈസ അങ്ങനെ കിടക്കുന്നത്. അപ്പോൾ ഇത്ര ക്രൂരമായിട്ട് ഈ കൊലകളെല്ലാം നടത്തിയപ്പോൾ എല്ലാവർക്കും ഉണ്ടായിരുന്നൊരു സംശയമാണ്, ഇവൻ ലഹരിക്ക് അടിമയാണോ, ലഹരിയുടെ ഇൻഫ്ലുവൻസിലാണോ, ലഹരി വാങ്ങാൻ പൈസ ഇല്ലാതെ പൈസ വെച്ചിട്ടാണോ അമ്മയെ കൊലപ്പെടുത്തിയത് എന്നൊക്കെ. എല്ലാവരും ആ ഒരു കൺക്ലൂഷനിലേക്ക് എത്തിയിരുന്നു. ഇവൻ ലഹരി ഉപയോഗിച്ച് അതിൻ്റെ ഹൈയിലാണ് ഇതെല്ലാം ചെയ്തത് എന്നുള്ള ഒരു കൺക്ലൂഷനിലേക്ക് ആളുകൾ എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ മെഡിക്കൽ റിപ്പോർട്ടൊക്കെ വന്നപ്പോൾ അതിനകത്ത് ഇവൻ മദ്യപിച്ചിട്ടേ ഉള്ളൂ, മറ്റ് രാസലഹരി പദാർത്ഥങ്ങളൊന്നും ഉപയോഗിച്ചിട്ടില്ല.
എന്ന് തെളിഞ്ഞത്. കുറച്ച് ദിവസങ്ങളായിട്ട് ഉപയോഗിക്കാതിരുന്നിട്ട് അത് ടെസ്റ്റുകളിൽ പുറത്തു വരാത്തതാണോ എന്നറിയില്ല. ഇനി ഇതിന് മുമ്പ് ലഹരിക്ക് അടിമയായിട്ട് ഇപ്പോൾ അത് കിട്ടാതെ വന്നിട്ട് അതിനുള്ള പൈസ ഇല്ലാതെ അങ്ങനെ പൈസ ചോദിച്ചപ്പോൾ വീട്ടിൽ നിന്ന് കൊടുക്കാത്തത് കാരണം വല്ലതും വീട്ടുകാരെ കൊലപ്പെടുത്തിയാണെന്ന് അറിയില്ല. പക്ഷേ നിലവിൽ ഇവൻ ലഹരി പദാർത്ഥങ്ങളൊന്നും ഉപയോഗിച്ചിട്ടില്ല, ലഹരിയുടെ ഇൻഫ്ലുവൻസിലല്ല ഇതൊന്നും ചെയ്തത്. മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ രണ്ടോ മൂന്നോ കൊല്ലം നടത്തിയതിന് ശേഷമാണ് ഇവൻ പോയി മദ്യപിച്ചത്. അതിനുശേഷമാണ് മദ്യപിച്ചത്. അപ്പോൾ ഇവൻ ലഹരിയുടെ ഇൻഫ്ലുവൻസിലല്ല ഇത് ചെയ്തതെങ്കിൽ ഇവൻ്റെ മാനസികാവസ്ഥ എന്താണ് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പോൾ ഒരാളെ കൊന്നു കഴിഞ്ഞാൽ ഇപ്പോൾ പക അല്ലെങ്കിൽ എന്തെങ്കിലും ദേഷ്യം അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരാളെ കൊന്നു കഴിഞ്ഞാൽ ആ ചോരയും കാര്യങ്ങളും ഇവർ മരിച്ചു കിടക്കുന്നതും ആ ഒരു അറ്റ്മോസ്ഫിയറിലൊക്കെ പെട്ട് കഴിഞ്ഞാൽ ആ ഒരു ചിലപ്പോൾ പേടി വരാം, ഒരു കൊല ചെയ്തു എന്നുള്ള പേടിയാവാം. അങ്ങനെയൊക്കെ ആൾക്ക് ട്രോമ സ്റ്റേജിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. സാധാരണ വ്യക്തികളാണെങ്കിൽ അങ്ങനെ പോകും. പക്ഷെ ഇവൻ അങ്ങനെ ഒരു സ്റ്റേജിലേക്ക് പോവാതെ വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് 5-6 കൊല്ലം അടുപ്പിച്ച്, അതും അത്രയധികം സ്നേഹിക്കുന്ന ആളുകളെ, ഇപ്പോൾ അപരിചിതരെ ആണെങ്കിലോ അല്ലെങ്കിൽ ശത്രുതയുള്ള ആളുകളെ ആണെങ്കിലോ അത്രയധികം ദേഷ്യമുള്ള ആളുകളെ ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം, ഇവൻ്റെ ഉള്ളിൽ അത്രയും പക കടന്നിട്ടാണ് ഇവൻ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കൊല നടത്തിയെന്ന് നമുക്ക് അങ്ങനെ വേണം ചിന്തിക്കാം. പക്ഷെ ഇത് സ്നേഹിക്കുന്ന ആളുകളെ അതിക്രൂരമായിട്ട് എങ്ങനെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മറ്റൊരു ലഹരിയുടെ ഇൻഫ്ലുവൻസ് ഇല്ലാതെ കൊല്ലാൻ സാധിച്ചെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ ഇവൻ്റെ മാനസികാവസ്ഥ എന്താണ്, ഇവൻ്റെ മനസ്സിലൂടെ എന്താണ് പോകുന്നത്, ഇവൻ ഇനി മാനസിക രോഗിയാണോ എന്ന് വരെ നമ്മൾ ചിന്തിക്കാം. പക്ഷെ നമ്മൾ വിചാരിക്കാം ഇവന് മാനസിക പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടായിട്ടാണോ, ഇവന് മെൻ്റലി അൺസ്റ്റേബിൾ ആയിട്ടാണോ, ഭ്രാന്തുണ്ടായിട്ടാണോ ഇവൻ ഈ കൊലകളൊക്കെ നടത്തിയത് എന്ന് നമുക്ക് പിന്നെയുള്ള സാധ്യത അതാണ്. ലഹരി ഒന്നും ഉപയോഗിച്ചിട്ടില്ല, ലഹരിയുടെ ഇൻഫ്ലുവൻസ് ഇല്ല എങ്കിൽ പിന്നെയുള്ള സാധ്യത അതാണ്, ഇവന് മാനസിക പ്രശ്നങ്ങളുണ്ടോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ ഇപ്പോൾ വരുന്ന ലേറ്റസ്റ്റ് ന്യൂസ് അനുസരിച്ച് ഇവന് മാനസിക പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല, ഇവൻ ഫുൾ ബോധത്തോടെ തന്നെയാണ് ഇത് ചെയ്തതെന്നാണ് പുതിയ ന്യൂസുകൾ വരുന്നത്. നമുക്ക് ആ ന്യൂസ് ഒന്ന് കണ്ടുനോക്കാം. ഈ വെഞ്ഞാറമൂട് കൂട്ടക്കൊലയുടെ കേസിലെ അപ്ഡേറ്റ്സിലേക്ക്, ഈ കേസിലെ പ്രതിയായ അഫാന് മാനസിക പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് മെഡിക്കൽ റിപ്പോർട്ട് വന്നിരിക്കുന്നു. മെഡിക്കൽ കോളേജിലെ ഡോക്ടർ വെഞ്ഞാറമൂട് പോലീസിന് റിപ്പോർട്ട് നൽകി കഴിഞ്ഞു. കൊലപാതക കാരണം സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണെന്നാണ് തിരുവനന്തപുരം റൂറൽ SP കെ സുദർശൻ ഉറപ്പിച്ച് പറയുന്നത്. 24 അദ്ദേഹം സംസാരിച്ചു. ശാസ്ത്രീയമായ പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ റിസൾട്ട് കിട്ടിയതിന് ശേഷം നമുക്കതിനെ കൃത്യമായിട്ടുള്ളൊരു കൺക്ലൂഷനിലേക്ക് എത്താൻ സാധിക്കുള്ളൂ. ഇതുവരെ നടത്തിയുള്ള അന്വേഷണത്തിൽ വ്യക്തമായിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധി ഈ കുടുംബത്തിനുണ്ടായിരുന്നു എന്നുള്ളത് വളരെ സയൻറ്റിഫിക്കലി അല്ലെങ്കിൽ എവിഡൻസോട് കൂടി നമുക്ക് പറയാൻ പറ്റുന്നൊരു സാഹചര്യമുണ്ട്. കുറച്ച് കാലമായിട്ട് അവർ കടുത്ത സാമ്പത്തിക ബാധ്യതയിലായിരുന്നു. അവർ ആത്മഹത്യക്ക് വരെ അവർ പ്ലാൻ ചെയ്തിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇതുവരെയുള്ള എൻക്വയറിയിൽ അങ്ങനെ ആൾക്ക് അങ്ങനെ ഒരു മാനസിക സ്വാസ്ഥ്യമുള്ളതായിട്ട് തോന്നിയിട്ടില്ല. ഇവന് മാനസിക പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇവർക്ക് കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെന്നാണ് പറയുന്നത്. അതിലേക്ക് നമുക്ക് വരാം. അപ്പോൾ ഇവൻ്റെ ഉപ്പയാണെങ്കിൽ ഗൾഫിലാണ്. അദ്ദേഹത്തിന് അവിടെ എന്തോ ബിസിനസ്സൊക്കെ നടത്തി പൊളിഞ്ഞിട്ട് ഭയങ്കര കടബാധ്യത കാര്യങ്ങളൊക്കെ ഉണ്ട്. പുള്ളി അവിടെ വിസ തീർന്നിട്ട് ഇങ്ങോട്ട് വരാൻ പറ്റാതെ 2-3 വർഷമായിട്ട് അവിടെ പെട്ടിടക്കുകയാണ്, ഒളിച്ച് താമസിക്കുകയാണ്. അങ്ങനെയാണ് ജോലി ചെയ്ത് പൈസയൊക്കെ അയക്കുന്നത്. അപ്പോൾ എന്തായാലും ഇപ്പോൾ ആളുകളൊക്കെ സഹായിച്ച് അദ്ദേഹം തിരിച്ചു വന്നിട്ടുണ്ട്. കടബാധ്യത സാമ്പത്തിക പ്രതിസന്ധി ഉള്ള സിറ്റുവേഷനാണ്. പക്ഷേ അദ്ദേഹം ഇന്നലെ ന്യൂസുകാരോട് സംസാരിച്ചിരുന്നു. അപ്പോൾ ന്യൂസുകാർ ചോദിച്ചു, ഈ നാട്ടിലുള്ള 60-65 ലക്ഷം രൂപയുടെ കടബാധ്യതയെ പറ്റി അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അത്രയ്ക്കുള്ളൊരു കടബാധ്യതയെ പറ്റി ഇവർക്ക് അറിയില്ല, അദ്ദേഹത്തിന് അറിയില്ല എന്നാണ് പറഞ്ഞത്. സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട്, അത് പക്ഷേ പരിഹരിക്കാവുന്ന സാമ്പത്തിക പ്രതിസന്ധികളേ ഉള്ളൂ. ഇത്രയും ഒരു തുകയുടെ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് എന്ന് അമ്മയോ മോനോ ആരും തന്നെ അദ്ദേഹത്തെ അറിയിച്ചിട്ടില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത്. നമുക്ക് ആ ഒരു ക്ലിപ്പ് കാണാം. വെഞ്ഞാറമൂട്ടിൽ അഫാൻ എന്ന 23 വയസ്സുകാരൻ സ്വന്തം കുടുംബത്തിൽ നടത്തിയ കൂട്ടക്കൊലയുടെ കൂടുതൽ വിവരങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. കുടുംബത്തിന് 65 ലക്ഷം കടബാധ്യത ഉള്ളത് തനിക്ക് അറിയില്ല എന്നാണ് വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസ് പ്രതി അഫാന്റെ അച്ഛൻ റഹീം മൊഴി നൽകുന്നത്. അറിയാവുന്നത് 15 ലക്ഷത്തിന്റെ ബാധ്യത മാത്രമാണ്. ഫർസാനയുടെ മാല പണയത്തിൽ നിന്ന് എടുത്തു നൽകാൻ 60,000 രൂപ നാട്ടിലേക്ക് അയച്ചിരുന്നുവെന്നും റഹീം പോലീസിനോട് പറയുന്നുണ്ട്. അരുൺകുമാർ വിവരങ്ങൾ നൽകും. അരുൺ, അങ്ങനെയാണെങ്കിൽ ഈ അഫാൻ ഇത്രയധികം വലിയൊരു 65 ലക്ഷത്തിന്റെ ആ ഒരു ബാധ്യത പോലീസ് പോലും സ്ഥിരീകരിച്ചാണ്. അപ്പോൾ ഈ പണമൊക്കെ എന്തിനു വേണ്ടി ഉപയോഗിച്ചു എന്നുള്ളത് കൂടുതൽ സംശയത്തിന് ഇടവരുത്തുന്നതല്ലേ? അതോടൊപ്പം ഫർസാന ഇവനെ സാമ്പത്തിക പ്രശ്നങ്ങളുള്ളപ്പോൾ മാല പണയം വെച്ച് കൊടുത്തു, അങ്ങനെയൊക്കെ സഹായിച്ചിട്ടുണ്ട്. ഇവന്റെ കൊല്ലപ്പെട്ട കാമുകി. ഈ മുമ്പ് പല അഭ്യൂഹങ്ങളും വന്നിരുന്നു. അതായത് അച്ഛന്റെ കടം തീർക്കാനായിട്ട് നാട്ടിൽ നിന്ന് പൈസ ഗൾഫിലേക്ക് അയച്ചു കൊടുക്കുക, അങ്ങനെ കുറെ സംസാരങ്ങളൊക്കെ വന്നിരുന്നു. പക്ഷേ അച്ഛൻ പറയുന്നത് അങ്ങനെയല്ല, നാട്ടിൽ 15 ലക്ഷം രൂപയുടെ കടം മാത്രമേ ഇദ്ദേഹത്തിന് അറിയുള്ളൂ. ഈ ബാക്കി 10-65 ലക്ഷം രൂപയുടെ കടം എങ്ങനെ വന്നു അതിനെപ്പറ്റി ഒന്നും വീട്ടുകാർ പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ഫർസാനയുടെ മാല എടുത്ത് കൊടുക്കാൻ വരെ ഗൾഫിൽ നിന്ന് പൈസ അയച്ചു കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ പിതാവിന് ഇതിനെപ്പറ്റി യാതൊരു ധാരണയില്ല. നമ്മൾ ഇത്ര നാൾ വിചാരിച്ചിരുന്നത് ഇദ്ദേഹത്തിന്റെ കടം തീർക്കാനായിട്ട് കടമെടുത്ത് ഗൾഫിലേക്ക് അയച്ചു കൊടുത്തിരുന്നു, അങ്ങനെയൊക്കെയാണ് നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇദ്ദേഹം പറയുന്നുണ്ട് ഗൾഫിലേക്ക് അങ്ങനെ പൈസ ഒന്നും ഇവർ നാട്ടിൽ നിന്ന് അയച്ചു കൊടുക്കുന്ന സ്ഥിതിയൊന്നും വന്നിട്ടില്ല എന്ന് പറയുന്നുണ്ട്.
സാമ്പത്തിക പ്രശ്നമായിട്ടൊന്നും അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഉള്ള കുടുംബമല്ലായിരുന്നു ഞങ്ങളത്. സാമ്പത്തിക പ്രശ്നം വലിയ പ്രശ്നമല്ല. പിന്നെ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ അറിയത്തില്ല. അതിനിപ്പം പോലീസിന്റെ നിയമവശം അവർ തെളിയിക്കാനുള്ളതാണ്. എനിക്ക് അറിയത്തില്ല ഇതിനെ കുറിച്ച് കൂടുതലും. അത്രേ ഉള്ളൂ. അങ്ങനെയുള്ള സാമ്പത്തിക എന്നും വീടുകളിൽ ബന്ധപ്പെടുന്ന ആളാണ് ഞാൻ. എന്ന് വെച്ചാൽ അങ്ങനെയുള്ള സാമ്പത്തിക പ്രശ്നങ്ങളൊന്നും ഇല്ല. വലിയ സാമ്പത്തിക പ്രശ്നങ്ങളൊന്നും ഒന്നുമില്ല. എനിക്കറിയാവുന്ന കാര്യങ്ങളാണ്. അതിനെക്കുറിച്ച് എനിക്കറിയത്തില്ല. എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. എനിക്കറിയത്തില്ല. എത്ര ബാധ്യതയുള്ള വെച്ച് എനിക്ക് ഓർമ്മയില്ല. എൻ്റെ അറിവിലില്ല. വീട് വെച്ചതിലൊന്നും കടകളൊന്നുമില്ല. വീട് വെച്ചതൊക്കെ ഞാൻ കടക്ക് എല്ലാം തീർത്തതാണ്. അതിലൊന്നും കടകൾ ബാധ്യതകളൊന്നുമില്ല. ട്രാവൽ ബാൻ അവിടെ അവിടുത്തെ സാമൂഹിക പ്രവർത്തകരും അവിടുത്തെ എല്ലാവരും കൂടെ സഹായിച്ചാണ് ഞാൻ ഇല്ല അങ്ങനെയൊന്നുമില്ല. അങ്ങനെയുള്ള സാമ്പത്തികത്തിന്റെ ബാണല്ലത്. സാധാരണ രീതിയിലുള്ള ബാണാണ്. അവനായിട്ട് മിക്കവാറും ഒക്കെ വാട്സാപ്പിൽ സംസാരിക്കുമായിരുന്നു. കഴിഞ്ഞ ആഴ്ച സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഒരാഴ്ച മുന്നേ. ശരി, എന്നാൽ പ്രാർത്ഥിക്കാത്ത. ഓക്കെ, അപ്പോൾ ഇദ്ദേഹത്തിന് ആ കടബാധ്യതയെ പറ്റിയൊന്നും യാതൊരു അറിവുമില്ല. നാട്ടുകാർ പറയുന്നത് ഇവര് അത്യാവശ്യം ലാവിഷ് ലൈഫ് സ്റ്റൈലായിരുന്നു. ഇത്ര കടം ഉണ്ടെന്നൊന്നും ആർക്കും അറിയില്ല. അത്യാവശ്യം നല്ല ലാവിഷ് ലൈഫ് സ്റ്റൈലായിരുന്നു എന്നാണ് പറയുന്നത്. പിന്നെ ഇദ്ദേഹത്തിനും അറിയില്ല. ഇദ്ദേഹത്തിന് ആകെ അറിവുള്ളൂ 15 ലക്ഷം രൂപയുടെ കടമുണ്ട് എന്ന് മാത്രമേ അറിയൂ. ബാക്കി എങ്ങനെ വന്നു എന്ന ചോദ്യം ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഇനി ഇവൻ ശരിക്കും ലഹരിക്ക് അടിമയാണോ? ലഹരി ഉപയോഗിച്ച് അത് വാങ്ങി ഉപയോഗിച്ച് അങ്ങനെ കടക്കണിയിലായതാണോ എന്ന് അറിയില്ല. എന്തായാലും ഇദ്ദേഹം നാട്ടിൽ ബന്ധപ്പെടുമ്പോഴൊന്നും അഫാനും അഫാൻ്റെ ഉമ്മയും ഒന്നും ഈ കടങ്ങളെ പറ്റി അറിയിച്ചിട്ടില്ല. അഫാന് മാത്രം 25 ലക്ഷം രൂപയുടെ കടമുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ വീട്ടിൽ മൊത്തം കൂടെ കൂട്ടിയാണ് ഈ 65 ലക്ഷത്തിന് കടം പറയുന്നത്. ഇവൻ ശരിക്കും ലഹരിക്ക് അടിമയാണോ? ലഹരി ഉപയോഗം കാരണമാണോ ഇത്ര കടം വന്നത്? അതോ ഇനി വല്ല ഓൺലൈൻ ഗെയിമിങ് അല്ലെങ്കിൽ പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഗാംബ്ലിങ് പോലുള്ള പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നോ എന്നൊന്നും ഇതുവരെ തെളിഞ്ഞിട്ടില്ല. എനിക്ക് ആ ഒരു വഴിക്കും സംശയമുണ്ട്. പിന്നെ എങ്ങനെയാണ് ഇത്ര അധികം, അച്ഛന് പോലും അറിയാതെ ഇത്രയധികം കടം വന്നത്? ഒന്നെങ്കിൽ ലഹരി ഉപയോഗം, അല്ലെങ്കിൽ ഗാംബ്ലിംഗ് പോലുള്ള കാര്യങ്ങൾ, ഇവരുടെ ലാവിഷ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ. ഇത് 3 കാരണങ്ങളാണ് ഇത്രയധികം കടം വരണമെന്നുണ്ടെങ്കിൽ ഈ 3 കാരണങ്ങളാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും കൂടുതൽ കാര്യങ്ങൾ പോലീസ് കണ്ടുപിടിക്കട്ടെ. പിന്നെ ഇവൻ വീണ്ടും കൂടുതൽ മൊഴികൾ പോലീസിനെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസിലോട്ട് നമുക്ക് പോവാം. എന്തിനാണ് ഇവരെ കൊന്നത്? മെയിൻ കാര്യം പറയുന്നത് കടബാധ്യതയാണ് പറയുന്നത്. പിന്നെ ഇവൻ്റെ കാമുകി എന്തിനു കൊന്നു? ഇവൻ കടബാധ്യത കാരണം കാമുകി അനിയനെയൊക്കെ എന്തിനു കൊന്നു എന്നുള്ള ഡീറ്റെയിൽസിന് കൂടുതൽ കാരണങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതോടെ നമുക്കൊന്ന് കേട്ടു നോക്കാം. മൊഴിയുടെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്ത്. മറ്റ് കൊലപാതകങ്ങളുടെ വിവരങ്ങൾ തുറന്നു പറഞ്ഞ ശേഷമാണ് ഫർസാനയെ കൊലപ്പെടുത്തിയത് എന്നാണ് അഫാൻ പോലീസിനോട് പറഞ്ഞത്. ഇനി എങ്ങനെ ജീവിക്കുമെന്ന് അഫാനോട് ഫർസാന ചോദിച്ചെന്നും മൊഴിയിലുണ്ട്. ഫർസാന വീട്ടിലേക്ക് വരുന്ന സമയത്ത് 3 കൊലപാതകങ്ങൾ നടന്നു കഴിഞ്ഞിരുന്നു. ഒരു കൊലപാതക ശ്രമവും നടന്നു. അതായത് ആദ്യം അമ്മയെ കഴുത്ത് ഞെരിച്ച് കൊല്ലാനൊരു ശ്രമം നടത്തി. അതിനുശേഷം പിന്നീട് വെല്ലുമ്മയുടെ അടുത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അവിടെ പോയി ഉമ്മയെ കൊലപ്പെടുത്തുന്നു. അതിനുശേഷം പിന്നീട് അച്ഛൻ്റെ സഹോദരനെയും സഹോദരൻ്റെ ഭാര്യയെയും കൊലപ്പെടുത്തുന്നു. അമ്മയെ കഴുത്തിൽ ഷാൾ മുറുക്കിയെങ്കിലും കൊല്ലപ്പെട്ടില്ല. വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ മാതാവ് നിലത്ത് കിടക്കുന്നതാണ് കാണുന്നത്. അങ്ങനെയാണ് അവർക്ക് ചുറ്റിയുകൊണ്ട് തലയ്ക്ക് അടിയേൽക്കുന്നത്. അതിനും ശേഷമാണ് അത് പിന്നീട് ഒരു മുറിയിലേക്ക് മാറ്റി. അതിനുശേഷം വീടിനകത്തേക്ക് ഈ ഫർസാന എത്തി. ഫർസാന മുകളിൽ നിലയിൽ അവിടെ പോയി ഇരിക്കുമ്പോൾ, കസേരയിൽ ഇരിക്കുമ്പോൾ ഈ പ്രതി കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു. താൻ 3 കൊലപാതകം നടത്തിയിട്ടുണ്ട്, ഒരു അമ്മയെയും കൊലപ്പെടുത്തിയിട്ടുണ്ട്, ഈ കാര്യങ്ങളെല്ലാം പറയുന്നു. അപ്പോൾ ഫർസാനയുടെ ഭാഗത്തു നിന്നും ചോദ്യമുണ്ടാകുന്നുണ്ട്. ഇനി ഇത്രയധികം കൊലപാതകങ്ങളൊക്കെ നടത്തി ഇനി എങ്ങനെ ജീവിക്കും എന്നുള്ള ചോദ്യമുണ്ടാകുന്നു. അതിനുശേഷമാണ് ഫർസാനയെ ഈ പ്രതി കൊലപ്പെടുത്തുന്നതും. അതിനുശേഷമാണ് പിന്നീട് ഈ സഹോദരൻ വീട്ടിലേക്ക് വരുന്നത്. അങ്ങനെ ആ കൊലപാതകവും നടത്തുന്നു. അങ്ങനെ 5 കൊലപാതകങ്ങളും ഒരു കൊലപാതക ശ്രമവും അങ്ങനെയുള്ള കേസിലെ പ്രതിയാണ്. ഈ പാങ്ങോട് പോലീസ് കഴിഞ്ഞ ദിവസം ഈ 1ാമത്തെ കേസിൽ ഈ വെല്ലുമ്മയെ കൊലപ്പെടുത്തിയ കേസുമായി ബന്ധപ്പെട്ട് ആണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതാണ് ആദ്യ കേസ്. ആ കേസിൽ അറസ്റ്റ് രേഖപ്പെടുത്തി മുൻപെടുത്ത മൊഴി. അപ്പോൾ അതൊക്കെയാണ് ഇവൻ്റെ കൂടുതൽ മൊഴികളുടെ ഡീറ്റെയിൽസ് വരുന്നത്. ഇത്രയും കൊല നടത്തിയെന്ന് ഫർസാനയോട് പറഞ്ഞു. ഞാൻ പറഞ്ഞ കൊലയുടെ ഓർഡറിൽ വ്യത്യാസമുണ്ട്. അനിയനെ ഏറ്റവും അവസാനമാണ് കൊന്നത്. ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടെന്ന് തോന്നുന്നു. ഞാൻ ഏതൊരു ന്യൂസിൽ കണ്ടിരുന്നു അനിയനെ കൊന്നതിൻ്റെ കാരണം ഇവൻ എന്തായാലും ആത്മഹത്യ ചെയ്യുമല്ലോ. ഇവൻ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഉമ്മ എന്തായാലും കൊന്നു. അപ്പോൾ ഇവർ രണ്ടുപേരും പോയി കഴിഞ്ഞാൽ ഇവൻ്റെ അനിയൻ ആരുമില്ല. ഇവൻ്റെ അനിയൻ എങ്ങനെ ജീവിക്കും എന്നുള്ള കൺസേണിൻ്റെ പുറത്താണ് ഇവൻ അനിയനെ കൊന്നതെന്നാണ് പറയുന്നത്. എന്ത് മൈൻഡാണ് ഇവൻ്റെ? ഇവനെ എന്തിനാണ് ഇങ്ങനത്തെ ഈ കാരണങ്ങളൊക്കെ ആലോചിച്ച് ഇവൻ്റെ അനിയനെ കൊന്നത്?
ഇവൻ്റെ എന്ത് മാനസികാവസ്ഥയാണ്? ഇവൻ എന്തായാലും മാനസികാരോഗ്യത്തിനൊന്നും കുഴപ്പമില്ലെന്ന് പ്രൂവായിട്ടുണ്ട്. പക്ഷെ എന്നാലും ഇവൻ എങ്ങനെ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ സാധിക്കുന്നത്? അതിനുശേഷം ഈ കാമുകിയോട് കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു. ഇപ്പോൾ എന്നിട്ടും അപ്പോൾ കാമുകി ചോദിച്ചു പോലും എങ്ങനെ ജീവിക്കുമെന്ന്. ഇപ്പോൾ മുന്നോട്ട് ജീവിക്കാൻ പറ്റില്ല എന്ന് അറിഞ്ഞിട്ടാണ് കാമുകിയെ കൊന്നതെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഇവൻ മരിക്കും, ഇവൻ എന്തായാലും ആത്മഹത്യ ചെയ്യുമെന്ന് ഉറപ്പല്ലേ. അപ്പോൾ എന്തായാലും കൊല്ലാനുള്ള നേരത്തെ തന്നെ മുൻകൂട്ടി തീരുമാനിച്ചിട്ട് തന്നെയാണ് കൊല്ലണമെന്ന് തീരുമാനിച്ചിട്ട് തന്നെയാണ് കാമുകിയെ റൂമിലേക്ക് വിളിക്കുന്നത്. അല്ലാതെ കാമുകി ഇങ്ങനെ ചോദിച്ചതിന് ശേഷം ഒന്നും ആയിരിക്കില്ല ഇവന് കൊല്ലാൻ തോന്നിയത്. എന്തായാലും ഇവൻ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ ഇവൻ്റെ പ്രിയപ്പെട്ടവരെ എല്ലാവരും ഇവൻ്റെ കൂടെ ഇവൻ മരിക്കുന്നതിനൊപ്പം തന്നെ അവരെയും കൊന്നുകളയാമെന്ന് തീരുമാനിച്ചുകൊണ്ടാവാം. അല്ലാതെ കാമുകി ഇപ്പോൾ അന്നേരം അത് ചോദിച്ചത് കൊണ്ടൊന്നും ആവില്ല. ഇനി ജീവിക്കാൻ പറ്റില്ലെന്ന് അപ്പോൾ തിരിച്ചറിവ് ആവില്ലല്ലോ ഇവൻ കൊന്നത്. മുൻകൂട്ടി പ്ലാൻ ചെയ്ത് തന്നെ ചെയ്തതാണ്. എനിക്ക് മനസ്സിലാവുന്നില്ല ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടും ചില കാമുകി എന്തുകൊണ്ട് രക്ഷപ്പെടാൻ ശ്രമിച്ചില്ല എന്നെനിക്ക് മനസ്സിലാവുന്നില്ല. മേ ബി ആ ഒരു ഷോക്കിൽ അവിടെ ഇരുന്ന് പോയതാവാം, അല്ലെങ്കിൽ ഇവൻ കള്ളം പറയുന്നതാവാം. കാമുകി അങ്ങനത്തെ സംഭാഷണത്തിൽ കാമുകിയോടൊന്നും പറഞ്ഞൊന്നും കാണില്ല. ഇത്രയൊക്കെ കേട്ടിട്ടും കാമുകി അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചില്ല എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. മേ ബി ആ ഒരു ഇത്രയും കേട്ട ഷോക്കിൽ ചിലപ്പോൾ അവിടെ ഒന്നും പ്രതികരിക്കാൻ പറ്റാത്ത രീതിയിൽ അവിടെ ഇരുന്ന് പോയി കാണും. അതാവും സംഭവിച്ചിട്ടുണ്ടാവുക. വീണ്ടും പുറത്തു വരുന്ന ഒരു ഞെട്ടിക്കുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇവൻ വീണ്ടും ആൾക്കാരെ രണ്ടുപേരെയും കൂടെ കൊല്ലാൻ തീരുമാനിച്ചിരുന്നു എന്നാണ് ഇപ്പോൾ പുതിയ ലേറ്റസ്റ്റ് റിപ്പോർട്ട് വരുന്നത്. അതോ എന്താ ഇത്? വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിലെ പ്രതി അഫാൻ ബന്ധുക്കളായ രണ്ടുപേരെ കൂടി കൊലപ്പെടുത്താൻ തീരുമാനിച്ചിരുന്നതായി മൊഴി. ഷെമിയുടെ ബന്ധുക്കളായ തട്ടത്തുമല സ്വദേശികളെ കൊലപ്പെടുത്താനായിരുന്നു തീരുമാനമെന്ന് അഫാൻ അന്വേഷണ സംഘത്തിന് മൊഴി നൽകി. അതേസമയം കൂട്ടക്കൊലയ്ക്ക് പിന്നിൽ പണം പലിശയ്ക്ക് നൽകിയവരുടെ ഭീഷണിയാണെന്നും അഫാൻ മൊഴി നൽകിയിട്ടുണ്ട്. പിതാവ് കടം വാങ്ങിയവരും അഫാനെയും ഉമ്മയെയും ഭീഷണിപ്പെടുത്തിയെന്നായിരുന്നു മൊഴി. റിനുസീത ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റിനുസീത, ഗുഡ് മോർണിംഗ് റിനു. ഇന്നലെ റഹീം പറഞ്ഞത് റഹീമിന് അങ്ങനെ വലിയ കടബാധ്യതയൊന്നും ഉണ്ടായിരുന്നില്ല, വീട്ടിൽ 65 ലക്ഷം രൂപയുടെ കടമുള്ളതായിട്ട് റഹീമിന് അറിയുകയും ഉണ്ടായിരുന്നില്ല എന്നാണ്. പക്ഷേ എന്നാൽ മകൻ പറയുന്നത് അങ്ങനെയല്ല, ഈ കടബാധ്യതയുണ്ട്, ആ കടബാധ്യത പലിശക്കാരെ ശല്യപ്പെടുത്തിയതിനെ തുടർന്നാണ് കൂട്ടക്കൊലപാതകത്തിലേക്ക് പോകാൻ തീരുമാനിച്ചതെന്നാണ്. മാത്രവുമല്ല, ഞെട്ടിപ്പിക്കുന്ന കാര്യം ഇതുകൂടാതെ രണ്ടുപേരെ കൂടി വധിക്കാൻ പദ്ധതിയിട്ടിരുന്നുവെന്നാണ്. എന്താണ് ഇവരെ കൊല്ലാൻ പദ്ധതിയിട്ടതിന് പിന്നിലെ ചേതോവികാരം റിനു? ഡോക്ടർ അരുൺകുമാർ, അഫാൻ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴിയുടെ വിശദാംശങ്ങളാണ് ഇത്. തട്ടത്തുമല സ്വദേശികളായിട്ടുള്ള ഈ അഫാന്റെ ഉമ്മ ഷെമിയുടെ ഒരു കുഞ്ഞുമ്മയുണ്ട്. ഇവർ 5 ലക്ഷം രൂപ നേരത്തെ തന്നെ ഇവർക്ക് നൽകുകയും ഇവർ ഏകദേശം പലിശയടക്കം 10 ലക്ഷത്തോളം രൂപ തിരികെ നൽകുകയും ചെയ്തിരുന്നു. എന്നിട്ടും ഇവർ വലിയ രീതിയിൽ ഈ കുടുംബത്തെ ബുദ്ധിമുട്ടിച്ചു, പണം നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ തട്ടത്തുമല സ്വദേശികളായിട്ടുള്ള ഈ ഷെമിയുടെ ബന്ധുവിനെയും അവരുടെ മകളെയും കൊലപ്പെടുത്തുവാൻ വേണ്ടി ഒരു പദ്ധതി ഉണ്ടായിരുന്നു, ഈ പ്ലാനിൽ ഉണ്ടായിരുന്നു. പക്ഷെ അത് നടന്നില്ല എന്നുള്ളൊരു കാര്യമാണ് ഈ അഫാൻ മൊഴിയായി തന്നെ നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ്. വലിയ പലിശയ്ക്കാണ് ഇവർ പണം വാങ്ങിയതും തിരികെ പലിശ വാങ്ങിയിരുന്നതായും ഈ മൊഴിയിലുണ്ട് എന്നുള്ളതാണ്. മറ്റൊന്ന്, കണ്ണൂർ സ്വദേശികളായിട്ടുള്ള 2 പേരിൽ നിന്ന് ഈ അഫാന്റെ പിതാവ് ഈ ഗൾഫിൽ വെച്ച് വിദേശത്ത് വെച്ച് 10 ലക്ഷത്തോളം രൂപ വാങ്ങിയിരുന്നു. പക്ഷേ അത് കോവിഡ് കാലത്താണ്, ഇത്രയും കാലമായിട്ടും ആ പണം തിരികെ നൽകിയിരുന്നില്ല. ഇതിനെ തുടർന്ന് ഇവർ ഈ പിതാവും സുഹൃത്തുക്കളും തമ്മിൽ വലിയ രീതിയിൽ തർക്കമുണ്ടായി. പണം നൽകാത്തതിനെ തുടർന്ന് ഈ കണ്ണൂർ സ്വദേശികൾ ഈ അഫാനെ വിളിച്ച്, അതായത് ഈ നാട്ടിലെ അഫാന്റെ നമ്പർ എടുത്ത് മൂത്ത മകനെന്നുള്ള സ്ഥിതിക്ക് വിളിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ്. തുടർന്ന് ഇക്കാര്യം പറഞ്ഞുകൊണ്ട് അഫാൻ നിരന്തരം ഈ വീട്ടിൽ ബഹളമുണ്ടാക്കുകയും പിതാവിനെ ഫോണിൽ വിളിച്ച വലിയ രീതിയിൽ ഒരു വഴക്കുണ്ടാക്കുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ് അഫാൻ നൽകിയിരിക്കുന്ന മൊഴി. ഇത് തന്നെ മാനസികമായി വല്ലാണ്ട് ബുദ്ധിമുട്ടിച്ചു. ഇത് തന്നെയാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുടെ തുടക്കം എന്നുള്ള രീതിയിലാണ് ഈ മൊഴി നൽകിയിരിക്കുന്നത്. ഈ കണ്ണൂർ സ്വദേശികളായിട്ടുള്ളവർ നിരന്തരം ഭീഷണിപ്പെടുത്തിയിരുന്നു എന്നുള്ളതാണ്. നിലവിൽ ഇതുവരെയും ഈ കണ്ണൂർ സ്വദേശികൾക്ക് അഫാന്റെ പിതാവ് റഹീം പണം നൽകിയിട്ടില്ല. 10 ലക്ഷം രൂപയിൽ 8 ലക്ഷത്തോളം രൂപ ഇനിയും നൽകാനുണ്ട് എന്നുള്ളൊരു വിവരമാണ് ലഭിക്കുന്നത്. ഈ പലിശയ്ക്ക് പണം വാങ്ങിയത് തന്നെയാണ് ഈ കുടുംബത്തിലെ ഈ അസ്വാരസ്യങ്ങൾക്ക് തുടക്കം, തുടർന്ന് ഇത് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്ന് തന്നെയാണ് ലഭിക്കുന്ന വിവരവും. ഈ രീതിയിൽ തന്നെയാണ് പോലീസിന്റെ നിഗമനവും എന്നുള്ളത് ആദ്യഘട്ടത്തിൽ തന്നെ പുറത്തു വന്നൊരു കാര്യമാണ്. കാരണം സാമ്പത്തിക പ്രതിസന്ധി വല്ലാണ്ട് ഈ കുടുംബത്തെ ബുദ്ധിമുട്ടിച്ചു. പലിശയ്ക്ക് പണം വാങ്ങി പലിശ കൊടുത്തു മടുത്തു എന്നുള്ളതാണ്. ഒരു ദിവസം തന്നെ 10,000-ഓളം രൂപ പലിശയായി നൽകണം. ഒരു മാസത്തിൽ 4 ലക്ഷം രൂപ പലിശ ഇനത്തിൽ തന്നെ നൽകേണ്ടുന്ന ഒരു സാഹചര്യം ഈ കുടുംബത്തിന് ഉണ്ടായി എന്നുള്ളതാണ്. ഒപ്പം ഈ കുടുംബത്തിന്റെ ആഡംബര ജീവിതം, ആ ആഡംബര ജീവിതം തന്നെയാണ് ഇത്രയും അധികം തുക പലിശയ്ക്ക് കടം വാങ്ങുവാനുള്ള കാരണമെന്നുമാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. ഇവന് ഇത്രയും പേരെ കൊന്നിട്ടും ഇവന്റെ കലി ഒന്നും അടങ്ങിയിട്ടില്ല. ഇനിയും 2 പേരും കൂടെ കൊല്ലാനുണ്ടായിരുന്നു. പക്ഷേ അനിയന്റെ കൊലപാതകം കഴിഞ്ഞോടെ തളർന്നു പോയി. അതുകൊണ്ടാണ് പോലീസ് സ്റ്റേഷനിൽ പോയി കീഴടങ്ങിയത് എന്നൊക്കെയാണ് ഇപ്പോൾ ഇവന്റെ മൊഴി പുറത്തു വരുന്നത്. ഇത്രയും കടബാധ്യത ഉണ്ടായിരുന്നു, ബന്ധുക്കളിൽ നിന്നും പലിശക്കാരിൽ നിന്നും എല്ലാം ഇത്രയധികം കടമുണ്ടായിരുന്നു. പക്ഷേ ഇവന്റെ പിതാവ് റഹീം പറയുന്നതനുസരിച്ച് അത്ര കടമൊന്നും ഇല്ല എന്നാണ്
എന്നാണ് അദ്ദേഹത്തിന്റെ അറിവിൽ. അത്രയും കടമില്ല. പുള്ളിക്കാരൻ കടം വാങ്ങിയതിന്റെ ആളുകളിൽ നിന്നുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും അതും ഇതിനൊരു വിഷയമാണ്. അതുകൂടാതെ അതിന് പുറമെ ഇവർക്ക് കുറെ കടങ്ങളുണ്ട്, ബന്ധുക്കളിൽ നിന്നൊക്കെ കടം വാങ്ങിയിട്ടുണ്ട്, പിതാവിന് അറിയാത്ത ഒരുപാട് കടങ്ങളുണ്ട് എന്നൊക്കെയാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത്. ഇതിന്റെ മൊഴികൾ ആദ്യം തൊട്ടേനും പുറത്ത് വരുന്ന ഇവന്റെ എല്ലാ മൊഴികളും ഇങ്ങനെ വിശ്വസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള രീതിയിലാണ് നമുക്ക് കേൾക്കുമ്പോൾ തോന്നാറുള്ളത്. ഇപ്പൊ ഇതും അങ്ങനെയൊക്കെ തന്നെയാണ്. എങ്ങനെയാണ് ഇപ്പൊ അച്ഛന്റെ കടം എന്ന രീതിയിലാണ് ഇത് പുറത്ത് വന്നിരിക്കുന്നത്. പക്ഷേ ഇതെങ്ങനെ അച്ഛൻ അറിയില്ല ഇത്ര കടമുള്ള കാര്യം. പിന്നെ എങ്ങനെ ഇത്ര കടം വന്നു എന്നുള്ളതെല്ലാം ഇനി പുറത്തു വരാനുണ്ട്. എൻ്റെ ഡൗട്ട് കൂടുതലും പോകുന്നത്, ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഡൗട്ട് 3 കാര്യങ്ങൾ. ഇപ്പോൾ ഇവർ പറയുന്ന പോലെ തന്നെ ലാവിഷ് ലൈഫ് സ്റ്റൈൽ, ഇവരുടെ നാട്ടുകാർ പറയുന്നുണ്ട് ഇവർക്ക് ഭയങ്കരധികം ലാവിഷ് ലൈഫ് സ്റ്റൈൽ ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇത്ര കടം ഉണ്ടായിരുന്ന കാര്യമൊന്നും അറിയില്ല, എന്നിട്ടും ഇത്ര നല്ല ലാവിഷ് ലൈഫ് സ്റ്റൈൽ ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. പിന്നെ എനിക്കുള്ള ഡൗട്ട് ലഹരി ഉപയോഗം, ഇത്തരം ലഹരി ഉപയോഗം അതിതുവരെ പ്രൂവ് ചെയ്യപ്പെട്ടില്ല. ഒരു ഡൗട്ട് മാത്രമാണ്. സാധ്യതകളാണ്, ഇത്രയും കടം വരാനുള്ള സാധ്യതകൾ ഇതൊക്കെയാണ്. ഒന്നുകിൽ ലഹരി ഉപയോഗമാകണം, അല്ലെങ്കിൽ ഓൺലൈൻ ഗ്യാമ്പിളിങ് പോലുള്ള കാര്യങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങൾ. അല്ലെങ്കിൽ പിന്നുള്ളത് മെയിൻ കാരണം ഇവരുടെ ലാവിഷ് ലൈഫ് സ്റ്റൈൽ. മറ്റ് രണ്ട് കാരണങ്ങൾ വെറും സംശയങ്ങൾ മാത്രമാണ്. എനിക്കുണ്ടായ തോന്നലുകൾ മാത്രമാണ്. അതിന് പ്രൂവ് ചെയ്യപ്പെടണം. അതിന് കൂടുതൽ അന്വേഷണങ്ങൾ പോകണം. അതിന് കൂടുതൽ അന്വേഷണത്തിലൂടെ തെളിയുമായിരിക്കും. പിന്നെ ഇതിൻ്റെ അമ്മ കടങ്ങളെ പറ്റിയൊക്കെ എഴുതി വെച്ചിരുന്നൊരു ഡയറിക്ക് വേണ്ടി പോലീസുകാർ നോക്കുന്നുണ്ട്. അത് കിട്ടിക്കഴിഞ്ഞാൽ ഇവരുടെ കടബാധ്യതകളെ പറ്റി എന്തുകൊണ്ട് ഇത്ര കടം വന്നു എന്നുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ കൂടുതൽ തെളിവുകൾ കിട്ടും. അപ്പോൾ എങ്കിലേ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് പിതാവിന് പോലും അച്ഛന് പോലും അറിയാത്ത, ഡെയിലി വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്ന, കാര്യങ്ങൾ തിരക്കിയിരുന്ന അച്ഛന് പോലും അറിയാത്ത ഇത്രയും കടങ്ങൾ എവിടെ നിന്ന് വന്നു എന്ന് എങ്കിൽ മാത്രമേ മനസ്സിലാവും. ഇതിൽ ഏറ്റവും വിഷമകരമായ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇവൻ്റെ അമ്മ ഇപ്പോഴും ഇവനെ സപ്പോർട്ട് ചെയ്യുകയാണ്. കാരണം അമ്മ പറയുന്നത് അമ്മ കട്ടിലിൽ നിന്ന് വീണതാണ്, ഇങ്ങനെ തെന്നി വീണ് അങ്ങനെ ആയതാണെന്നാണ് അമ്മ ഇപ്പോഴും പറയുന്നത്. കാരണം അമ്മയ്ക്കറിയില്ലല്ലോ ഇവൻ സ്വന്തം അനിയനെയും അമ്മയുടെ മോനെയും വല്യമ്മയും മറ്റു ബന്ധുക്കളെ ഇത്രയും പേരെ കൊന്നു എന്ന വിവരം അമ്മയ്ക്ക് ഇപ്പോഴും അറിയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാം പോട്ടെ, സ്വന്തം കുഞ്ഞിനെ, എൻ്റെ സ്വന്തം അനിയനെ, അമ്മയുടെ മകനെ, ഇളയ മകനെ ഇത്ര ക്രൂരമായിട്ട് ഇവൻ കൊന്നു എന്ന് അമ്മയ്ക്ക് ഇപ്പോഴും അറിവുണ്ടാവില്ല. അത് കാരണമാണ് അമ്മ ഇപ്പോഴും മൊഴിമാറ്റാതെ മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് അമ്മ പറഞ്ഞത് കട്ടിലിൽ നിന്ന് വീണതാണ്, അങ്ങനെയാണ് പറ്റിയെന്നാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അഫാനെ എല്ലാ രീതിയിലും സംരക്ഷിക്കാൻ അമ്മ ശ്രമിക്കുന്നുണ്ട്. ഒരുപക്ഷെ സ്വന്തം കുഞ്ഞിനെ ഇത്ര ക്രൂരമായിട്ട് കൊന്നുവെന്ന് അറിയുകയാണെങ്കിൽ ഉമ്മ സത്യങ്ങളെല്ലാം, ഇവനെതിരെയുള്ള സത്യങ്ങളെല്ലാം പുറത്ത് പറയും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അമ്മ ഇതുവരെയൊന്നും അറിഞ്ഞിട്ടില്ല, സ്വന്തം മോനല്ലേ. ഇവൻ ചെയ്ത മറ്റു ക്രൂരകൃത്യങ്ങളൊന്നും അറിയാത്ത കാരണമാണ് ഇപ്പോഴും അമ്മ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ അമ്മയോട് പറയാനും പറ്റില്ലല്ലോ. ഇത്ര വയ്യാത്ത അവസ്ഥയിലിരിക്കുമ്പോൾ എങ്ങനെയാണ് ഇത്രയും സ്വന്തം മോൻ കൊല്ലപ്പെട്ടു, അല്ലെങ്കിൽ മറ്റ് ഇത്രയും മൂത്ത മകൻ ഇത്രയും ക്രൂരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു എന്നൊക്കെയുള്ള അത്രയും ട്രോമ കൊടുക്കുന്ന ന്യൂസുകൾ എങ്ങനെ അമ്മയോട് പറയാൻ സാധിക്കും? ഇപ്പോൾ എന്തായാലും പറയാൻ പറ്റൂല. അപ്പോൾ അമ്മ പൂർണ്ണമായിട്ടും റിക്കവർ ആയിട്ടുള്ള ഒരു സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞിട്ട് മാത്രമേ ഇതൊക്കെ കാര്യങ്ങൾ പറയാൻ പറ്റൂ. അപ്പോൾ അതെല്ലാം അറിഞ്ഞു കഴിയുമ്പോൾ ഇവനെതിരെ അമ്മ മൊഴി കൊടുക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ, ഇവരുടെ കടബാധ്യതകളെ പറ്റി സകല ഡീറ്റെയിൽസ് ഒക്കെ എങ്കിൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് എത്രയും വേഗം അമ്മ റിക്കവർ ആവട്ടെ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.